ഹായ് ഓൾ, ഫോർ കെപ്പച്ചുവിൻ്റെ മെട്രിക്സ് റോബോട്ടിക് ട്രേഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ലൈവ് റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 9 മാസത്തെ PNL ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്, കണ്ടിന്യൂസ് PNL. നമുക്കിവിടെ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം നിലവിൽ ട്രേഡുകളെല്ലാം തന്നെ ബോട്ട് ക്ലോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ PNLിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കുന്ന സമയത്ത് നമുക്കിവിടെ ഓവറോൾ 1-2 വർഷം ഒന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ ഓവറോൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. 5-ാം മാസം 2-ാം തീയതി 30-ാം തീയതിയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. 6-ാം മാസം 2-ാം തീയതിയാണ് ബോട്ട് റൺ ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് $1,000 ഇട്ട് തുടങ്ങി. ഇദ്ദേഹം ടോട്ടൽ ഡെപ്പോസിറ്റ് $2,000 ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബോട്ട് റൺ ചെയ്യുന്ന ഈ ഒരു അക്കൗണ്ടിൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ $3,000 ആണ് ബേസ് ക്യാപിറ്റലായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ ട്രേഡ് എടുത്ത് തുടങ്ങും, കുഴപ്പമില്ല. 3000-ൻ്റെ 10-20% ആണ് ബോട്ട് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. എവറി മന്ത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പെർഫോമൻസ്. നമ്മുടെ PNL ഒക്കെ എപ്പോഴും വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ബോട്ട് റൺ ചെയ്യുന്നത് എന്നുള്ളത്. 0.01 ലോഡ് സൈസ് 95% അത് മാത്രമാണ് ഉപയോഗിക്കുക. വളരെ റയറായിട്ട് ഹയർ ലോഡ് സൈസിലേക്ക് പോകാറുണ്ടെങ്കിലും കൺസിസ്റ്റൻസി ലോഡ് സൈസ് എന്ന് പറയുന്നത് 0.01 ആണ്. അതുപോലെ തന്നെ EUR/USD മാത്രമായിട്ടാണ് ബോട്ട് റൺ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. $2,476 ആണ് അദ്ദേഹത്തിന് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. $1,460 അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ PNL നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം 9 മാസത്തെ റിസൾട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു $300 10%-നടുത്ത് എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു അക്കൗണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ചില മാസങ്ങളിൽ കൂടുതലും ചില മാസങ്ങളിൽ 1-2% കുറവ് വന്നിട്ടുണ്ടാവാം. ഡിപ്പെൻഡ് ഓൺ പല സാഹചര്യങ്ങളുണ്ട്. റിയൽ ട്രേഡാണ്, റിയൽ മാർക്കറ്റാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും നല്ല PNL ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്.